ഗൾഫിൽ മലയാളികൾ കൃഷി ചെയ്യുന്നത് അത്രയ്ക്ക് പുതുമയുള്ള കാര്യമോ വാർത്തയോ ഒന്നുമല്ല. പക്ഷേ UAE തലസ്ഥാനമായ അബുദാബിയിലെ മുറൂറിൽ ഒരു മലയാളി ഒരുക്കിയ കൃഷിയിടം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കണ്ണൂർ ചെറുകുന്ന് സ്വദേശി രാജൻ കാവിലിൻ്റെ കൃഷിയിടത്തിലെ കാഴ്ചകൾ കാണാം. ഈ മുളക് എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടമുളക് കണ്ടാ, ഇത് ഉണ്ടമുളക്, മറ്റേ നീട്ടുള്ള മുളക് കണ്ടാ. ഇതാണ് ആ വേറിട്ട കൃഷിത്തോട്ടം. പച്ചക്കറികളും പഴങ്ങളും പൂക്കളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന മരുഭൂമിയിൽ പൊന്നുവിളയുന്ന ഇടം. 40 വർഷത്തോളമായി അബുദാബിയിൽ കുടുംബത്തോടൊപ്പം കഴിയുന്ന കണ്ണൂർ ചെറുകുന്നു സ്വദേശി രാജൻ കാവിൽ 25 വർഷം മുൻപാണ് ചെറിയ തോതിൽ കൃഷി തുടങ്ങുന്നത്. പിന്നീട് ഓരോ കൃഷിക്കാലവും പുതിയ പരീക്ഷണങ്ങളുടെ കാലമായി. പലയിടങ്ങളിൽ നിന്നായി പലതരം വിത്തുകൾ എത്തിയതോടെ കൃഷിയിടം ഇതാ ഇങ്ങനെ വളർന്നു. ഞാൻ ചെറിയ കാലത്ത് ഞാൻ കണ്ടത്ത് പോയി പണിയെടുക്കുകയും കൊത്തുകയും വളവിടാനൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. പച്ചക്കറി നടുക എല്ലാം ചെയ്തിട്ടുണ്ട് നാട്ടിൽ ചെറിയ കാലത്ത്, കുട്ടിക്കാലത്ത്. അപ്പം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ്, നമുക്കൊരു മണ്ണ് വേണമെന്ന് കരുതി ഞാനിവിടെ വന്ന് അപ്പോൾ കുറച്ച് മണ്ണ് ഇറക്കി, ചുവന്ന മണ്ണ് ഇറക്കി. അപ്പോൾ കുറച്ച് കൃഷി, അത്യാവശ്യം കുറച്ച് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് അതിനോട് ആ താല്പര്യം ഉണ്ടായതുകൊണ്ട്. താല്പര്യം ഇല്ലാതാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാറ്റിലും ബാൽക്കണിയിലോ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് എവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും നടാനുള്ള സൗകര്യമുണ്ട്. പല നിറങ്ങളിലായി തളിർത്തും കായ്ച്ചും നിൽക്കുന്ന പച്ചക്കറികൾ തന്നെയാണ് ഈ തോട്ടത്തെ കളർഫുൾ ആക്കുന്നത്. പയർ, ബീൻസ്, കാരറ്റ്, ബീട്രൂട്ട്, പാവൽ, പടവലം, കോവയ്ക്ക, കാപ്സിക്കം. രാജന്റെ കൃഷിയിടത്തിലെ പച്ചക്കറികൾ ഇങ്ങനെ നീളും. മണിത്തക്കാളി, ബ്രൊക്കോളി, മല്ലി, മത്തൻ, കുമ്പളം, വെള്ളരി തുടങ്ങി കപ്പയും തെങ്ങും വാഴയും എല്ലാം ഉണ്ട്. നമുക്ക് കുറെ മാസങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി അടക്കം എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഒക്ടോബറിൽ തുടങ്ങിയാൽ തുടക്കത്തിൽ തന്നെ ഒരു 15 ദിവസം കഴിയുമ്പോൾ 20 ദിവസം കഴിയുമ്പോൾ ചീര തുടങ്ങും. ചീര അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ മാസങ്ങളിൽ 3-4 മാസങ്ങൾക്ക് നമുക്ക് പച്ചക്കറി വാങ്ങിക്കാനുള്ള ആവശ്യമില്ല. പിന്നെ കുറച്ചേ വാങ്ങിക്കണ്ടു. എന്നാലും 2-3 ഐറ്റംസ് നമുക്ക് പച്ചക്കറി ഇലയും എല്ലാ ദിവസങ്ങളും വെക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞാലും നമുക്ക് ഇത് ചീരയില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുരിങ്ങേൻ്റെ ഇല പറിച്ച് വെക്കാം. അങ്ങനെ 1-2 ഇല സാധനങ്ങൾ നമ്മളെ തന്നെ ആയിട്ടുള്ളത് ഉണ്ടാവും. അത് വലിയ അനുഗ്രഹമല്ലേ. പിന്നെ ഒന്നാമത് നമ്മൾ ഇടുന്നത് ജൈവ വളങ്ങളെ ഇടുന്നുള്ളൂ. ഒരു രാസവളങ്ങളും ഉപയോഗിക്കാത്ത കുറച്ച് കാര്യങ്ങൾ കുറച്ചേ ഉള്ളെങ്കിലും ആ കുറച്ച് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാന്നുള്ളതും ഉണ്ട്. മുറൂറിൽ ഇങ്ങനെയൊരു വില്ല ഒത്തുകിട്ടിയതാണ് കൃഷിക്കമ്പത്തിൽ വഴിത്തിരിവായത്. ഭാര്യ വത്സല രാജൻ, മക്കളായ റിഷ്കോ, റൈസി, അരുണവ്, മരുമക്കൾ തുടങ്ങിയവരെല്ലാം ചേർന്നപ്പോൾ കൃഷി കെങ്കേമമായി. പച്ചക്കറികളിൽ നിന്നും പൂക്കളിലേക്ക് കൂടി വളർന്നു. വ്യത്യസ്തങ്ങളായ ചെമ്പരത്തിയും സൂര്യകാന്തിയും ശംഖുപുഷ്പവും തുടങ്ങി കാട്ടുതുളസി വരെ നീളും പൂക്കളുടെ ലോകം. എന്ന് പറയുന്നത് പൂവ് മാത്രമല്ല, ഇത് പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ട് കൂടാതെ തുളസി, കാട്ടുതുളസി, പനിക്കൂർക്ക, പിന്നെ അതുകൂടാതെ കുറേ പച്ചമരുന്നുകൾ ശരിക്ക് നമ്മൾ ഈ ഭൂമിയിലും ഉണ്ടാകുന്നുണ്ട്. എല്ലാം തനിയെ ഉണ്ടാകുന്നത് കുറേ ഉണ്ട്, കുറേ നമ്മൾ നട്ടു വളർത്തുന്നുണ്ട്. നമ്മളിത് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് കുറച്ച് വാസന ഉണ്ടായാൽ മാത്രം മതി. കൃഷിയോട് താല്പര്യം ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് ഇത്രയും വലിയ സ്ഥലങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ ബാൽക്കണിയിൽ
ഞാൻ ഫ്ലാറ്റിൽ നിൽക്കുന്ന സമയത്തും കുറച്ച് ബാൽക്കണിയിലൊക്കെ നമുക്ക് കുറച്ച് നടാൻ പറ്റും. പൂക്കളും പച്ചക്കറികളും മാത്രമല്ല, കോഴിക്കോടും ഊഞ്ഞാലും നാട്ടുവഴികൾക്ക് സമാനമായ നടപ്പാതയുമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വീട്ടിലെ കുട്ടിക്കൂട്ടങ്ങൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ വേറെയും. ജൈവ കൃഷി രീതിയാണ് രാജ്യന്റെ മറ്റൊരു പ്രത്യേകത. പൂർണ്ണമായും ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും മാത്രം ഉപയോഗിച്ചാണ് കൃഷി. പച്ചക്കറി മാലിന്യം, കമ്പോസ്റ്റ്, ചാണകം, കോഴിവളം, ഫിഷ് അമിനോ ആസിഡ്, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എന്നിവയെല്ലാമാണ് മികച്ച കൃഷിക്കായി രാജൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കയില്ലാതെ രുചിയോടെ ഇവയെല്ലാം കഴിക്കാം. ഇങ്ങനെയുള്ള ഞാൻ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നു കുറെ കാലം. അതിനുശേഷം വില്ലയിൽ താമസിക്കണം എന്നുള്ള മോഹം ഉണ്ടായി. കാരണം വെച്ചാൽ അറ്റ്ലീസ്റ്റ് കുറച്ച് മണ്ണ് ഉള്ള സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി കിട്ടിയതായത്. കുറച്ച് മണ്ണുള്ള സ്ഥലം വേണമെന്ന് വിചാരിച്ചിട്ട്. കാരണം മണ്ണാന്നല്ല എല്ലാവർക്കും മണ്ണിൽ നിന്നുണ്ടായിട്ട് മണ്ണിൽ മരിക്കുക എന്നുള്ളതല്ലേ, മണ്ണിലേക്ക് പോകുക എന്നുള്ളതല്ലേ നമ്മൾ പറയുന്നത്, പുരാണത്തിൽ പറയുന്നത്. മണ്ണിൽ നിന്നുള്ള കനികളും എല്ലാം തിന്നിട്ട് മണ്ണിലേക്ക് തന്നെ പോവുക. അപ്പം മണ്ണിനോട് കുറച്ച് താണ് നിൽക്കുക, നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കാതെ കുറച്ച് താണ് നിൽക്കുക എന്നുള്ള, മണ്ണിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് കണ്ടുപിടിച്ചെടുത്തത്. കുടുംബാംഗങ്ങൾക്കൊപ്പം കൂട്ടുകാരും കൃഷിയോട് താല്പര്യമുള്ള മറ്റുള്ളവരും രാജനെ സഹായിക്കാൻ എത്താറുണ്ട്. കൃഷിയോടുള്ള രാജന്റെ താല്പര്യവും ചെടികളോടുള്ള സ്നേഹവും കാണുമ്പോൾ അവർക്കെല്ലാം അത്ഭുതമാണ്. ഞങ്ങളെല്ലാവരും ചക്കക്ക് പ്രിയക്കാരാണ്. ചക്ക എന്ന് പറഞ്ഞാല് വളരെ ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ ഒരു പ്ലാവ് വെച്ചിട്ട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പലത് ഇതുവരെയും വന്നിട്ടില്ല. ഇനിയിപ്പോ ഒരു പ്ലാവും തൈ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വെച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് ആയുസൊക്കെ ഉണ്ടെങ്കിൽ അത് ചക്ക വിളഞ്ഞ് അല്ലേ, പിന്നെ മാങ്ങ നല്ല പ്രിയൂര് മാവ് ഒരെണ്ണം കൊണ്ടുവന്ന്, ഇത് രണ്ടും ഒരു ആഗ്രഹമാണ്. അയൽവാസിയായ കൊടുങ്ങല്ലൂർ സ്വദേശി മുഹമ്മദ് അലി രാജനെ സഹായിക്കുന്നത് ഈ അത്ഭുതവും കൃഷിയോടുള്ള സ്നേഹവും കൊണ്ട് മാത്രമാണ്. സന്തോഷമായി ഇങ്ങനെ ഇതിന്റെ കൂടെ കൂടാന്നുള്ളത്. നമ്മള് പിന്നെ ഇവിടെ ഈ സ്ഥലം സാധാരണ ഞാൻ കുറച്ച് നമ്മൾ താമസിക്കുന്നിടത്ത് ഒരു ചെറിയ ഏരിയ കുറച്ച് മണ്ണൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരുന്നതാണ്. നമ്മളുടെ ഫ്രീ ടൈം നമ്മൾ കണ്ടെത്തലാണ് നല്ല സമയം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇത് കഴിഞ്ഞിട്ട് മിക്കവാറും ആൾക്കാർ ഗൾഫുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ജോലി കഴിയുക, റെസ്റ്റ് എടുക്കുക, ഉറങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയാണ് മിക്കവാറും ആളുകൾ. നമ്മൾക്ക് ഇതിൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിൽക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഇവരൊക്കെ 5 മണിക്ക് ഒക്കെ എഴുന്നേറ്റ് പരിപാടികൾ തുടങ്ങുന്ന പാർട്ടികളാണ്. ഇതിന്റെ കൃഷിയായിട്ടും മറ്റു കാര്യങ്ങളും. അപ്പൊ അതിന് സമയം കണ്ടെത്തണം. വ്യവസായിയായ രാജന് നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഇവയെല്ലാം നോക്കി നടത്തുന്നതിനിടെയാണ് കൃഷിയിലെ പരീക്ഷണങ്ങൾ. ഇത് നൽകുന്ന സന്തോഷം, സമാധാനം, സംതൃപ്തി ഇവയൊന്നും ചെറുതല്ലെന്നാണ് രാജന്റെ പക്ഷം. 33 വർഷത്തോളമായി നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് പൊതുവെ. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഹാർഡ്വെയർ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, പൈപ്പ് ഫിറ്റിങ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. കൂടാതെ പൈപ്പ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഫാക്ടറിയും കൂടിയുണ്ട്, PVC പൈപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെയും അജ്മാനിലാണ് ഫാക്ടറി ഉള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ ബാക്കിയുള്ള സമയത്ത് ബിസിനസ്സും കുറച്ച് സമയം നമ്മൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നാട്ടിലാണെങ്കിലും പ്രവാസ ലോകത്താണെങ്കിലും എല്ലാവരും കഴിയുന്ന പോലെ കൃഷി ചെയ്യണമെന്ന് മാത്രമാണ് രാജന് പറയാനുള്ളത്.